ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ട് ബീഫ് കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ്, നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതാ ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തത്. 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചിയും 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പാടെ നമുക്ക് മിക്സഡ് ജാറിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. പേസ്റ്റ് പോലെ അരയേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷാക്കി എടുത്തിട്ട് വരാം. കണ്ടോ, ഈ രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. പിന്നെ പൊടികൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കുരുമുളക് പൊടി, പെരുംജീരകം പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. പിന്നെ എടുത്തിട്ടുള്ളത് മീറ്റ് മസാലയാണ് കേട്ടോ. നിങ്ങൾ എടുക്കുന്ന ബീഫിൻ്റെ അളവിനനുസരിച്ച് മസാലയിൽ വ്യത്യാസം വരും കേട്ടോ, പൊടികളിൽ വ്യത്യാസം വരുവേ. ഇപ്പോൾ 1 കിലോൻ്റെ അളവിലാണ് ഇതെല്ലാം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിൽ ചതക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇല്ലേ, അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാനിവിടെ 2 വലിയ സവാളയാട്ടോ എടുത്തത്. അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയുടെ പകുതി കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തക്കാളി വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. തക്കാളി ഞാൻ ചേർക്കാറുണ്ട്, ഒരു ചെറിയൊരു കഷ്ണമൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഉള്ളിയും തക്കാളിയും ചേർത്തതിന് ശേഷം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ബീഫ് കറി വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ബീഫ് പെട്ടെന്ന് വെന്തും കിട്ടും, നല്ലൊരു വെറൈറ്റി ടേസ്റ്റുമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഉലുവയൊക്കെ ചേർത്തിട്ട് വെക്കുകൊണ്ടു നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ പെരുംജീരകത്തിന് പൊടി ഉണ്ടെങ്കിൽ പൊടി ഇടുക, അതിൽ നല്ലത് പെരുംജീരകം അങ്ങനെ ഇടുകയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ പെരുംജീരകം അങ്ങനെ തന്നെയാണ് ഇട്ടത്. പിന്നെ ആവശ്യത്തിനുള്ള കല്ലുപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം പാട് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കണേ. ഈ മിക്സിങ് നല്ല പ്രധാനമാണ്. നമ്മൾ ഈ അരവും ഈ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ഞെരടി ഈ ബീഫിലേക്ക് പിടിപ്പിക്കണം. അത് പ്രത്യേക ടേസ്റ്റാണ് ആകെ ഒരു കറിക്ക്. പിന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം, 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതൊരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ബീഫ് കിട്ടിയിട്ട് അതൊക്കെ ബാക്കി ഇനി ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിക്കോട്ടോ, നല്ല ടേസ്റ്റാണ്. എൻ്റെ ലൈറ്റർ കേടുവന്നുകൊണ്ടാണ് ഞാൻ തീപ്പൊട്ടി കൊണ്ട് ഉരച്ച് കത്തിച്ചത്. അപ്പോൾ അതാ 3 വിസിലിന് ശേഷം നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, നമ്മൾ വെള്ളം ചേർത്തത് കൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. പിന്നെ ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്ന കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ. ഇനി നമ്മൾ കുറച്ച് ചേരുവകളൂടെ ചേർത്ത് ഇതൊന്ന് വെറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് വരിക. ഇപ്പം തന്നെ നല്ല അടിപൊളി മണമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചത്. നമുക്കിതിലേക്ക് ഒരുപാട് ഓയിലിൻ്റെ വെളിച്ചെണ്ണയുടെ ഒന്നും ആവശ്യമില്ല. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ട് പൊട്ടിക്കുക. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഒരു 8-10 ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ചെറിയ ഉള്ളി എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു സവാളയുടെ ഒരു 1/4 ഭാഗം അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, ചെറിയൊരു മുറി തേങ്ങയുടെ പകുതി ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ടാക്കി എടുത്തതും, ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. കറിവേപ്പില കുറച്ചുകൂടി കൂടുതൽ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം, ടേസ്റ്റ് കൂടുകയുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം പാടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വരുന്ന ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പിന്നെ ബീഫ് മസാലയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ബീഫ് കറി വയ്ക്കുമ്പോൾ ബീഫ് മസാല കൂടി ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. ഇനി നമ്മുടെ വേവിച്ചിട്ടുള്ള നമ്മുടെ ബീഫ് കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ പാത്രം ഫുള്ളായിട്ട് മൂടി വെക്കാതെ കുറച്ചൊരു ഇങ്ങനെ പകുതിക്കൊന്ന് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റിക്കോളൂ കേട്ടോ. തേങ്ങ കൂടി ചേർക്കുന്നതുകൊണ്ട് ഇടയിൽ തേങ്ങ കടിക്കാൻ കിട്ടുന്നതും ടേസ്റ്റാണ്. അത് വറവിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ റെഡിയാക്കിക്കോ. കണ്ടോ, ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇത് നമുക്ക് ചപ്പാത്തി, പൊറോട്ട, നെയ്ച്ചോറ് എന്തിൻ്റെ ഒപ്പവും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം, നൂൽപുട്ട്, പുട്ട് എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ഇത്ര മതി. ഇത്ര വെള്ളത്തോടെയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ചൂടാറി വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്ന ഈ ഒരു ബീഫ് കറി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഒരു ലൈക്ക് തരാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.